ഹായ് ഓൾ, എല്ലാവർക്കും റീഡ് ഓൺ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നത് ഭ്രമയുഗത്തിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. പേര് പറയുന്നത് പോലെ തന്നെ മമ്മൂട്ടിയുടെ അഭിനയത്തിൻ്റെ ഭ്രമമാണ് ഭ്രമയുഗം. എനിക്ക് അങ്ങനെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാനാണ് താല്പര്യം തോന്നുന്നത്. കാരണം ഈ ഒരു പ്രായത്തിൽ ഇത്രയും അഭിനയത്തിനോട് അഭിനിവേശമുള്ള ഒരു ആക്ടർ വേറെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അതിൽ ആകെപ്പാടൊരു 3 ക്യാരക്ടേഴ്സേ പ്രധാനമായിട്ടുള്ളൂ: മമ്മൂട്ടി, സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ. അർജുൻ അശോകൻ നമുക്കറിയാം, ആദ്യ സിനിമ തൊട്ട് തന്നെ അദ്ദേഹം വളരെ ഗംഭീരമായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷേ സിദ്ധാർത്ഥ് ഭരതൻ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഞെട്ടിക്കുന്നതാണ്. നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും ഒരു വാവ് പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ സൗണ്ട് മോഡുലേഷൻ്റെ ഒരു ഗാംഭീര്യം നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗണ്ട് മോഡുലേഷൻ്റെ സാധ്യതകൾ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ചില മൂളക്കങ്ങൾ, ചില ചിരികൾ, ചെറിയ ചിരി പോലും അത് നമുക്ക് പലപ്പോഴും ഈ ഒരു ഹൊറർ മൂഡ് തരുന്നതാണ്. പിന്നെ ചില നോട്ടങ്ങൾ, അതൊക്കെ കാണുമ്പോഴത്തേക്കും എത്ര സൂക്ഷ്മമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം, ഇതിനെ ഒരു വലിയ ക്യാൻവാസിൽ ഭയങ്കര കളർഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നൊരു തീമായിരുന്നു. പക്ഷേ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെ ഇത് ചെയ്യാൻ കാണിച്ചൊരു ഡിസിഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് അഭിനന്ദിക്കാതെ പറ്റത്തില്ല. കാരണം അതൊരു ബോൾഡ് ഡിസിഷനാണ്. ടീമിന് അത് തീർച്ചയായിട്ടും അതിനുള്ള അപ്രീസിയേഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ ആർട്ട് വർക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരു മനയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണത്. ഒരു 3 പേരും ഒരു മനയുമാണ്. അപ്പം മനയുടെ ചില ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോഴത്തേക്കും അതിലെ ഷാഡോസ് വെച്ചിട്ടുള്ള ചില കളികളുണ്ട്. അതായത് ഷാഡോസ് കാണുമ്പോൾ പോലും നമുക്ക് ചിലപ്പോൾ പേടി വരും. പിന്നെ സൗണ്ട്, ചങ്ങലയുടെ കിലുക്കം, അങ്ങനെയുള്ള സൗണ്ടുകളിൽ കൂടെയാണ് അവരൊരു ഹൊറർ മൂഡ് ഉണ്ടാക്കി തരുന്നത്. പിന്നെ പറയാനാണെങ്കിൽ പലപ്പോഴും എന്താ പറയുക, എനിക്ക് അതിൻ്റെ അകത്തെ മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ കണ്ടപ്പോഴത്തേക്കും വിധേയനിലെ ഭാസ്കര പട്ടേലിനെ ഓർമ്മ വന്നു. അത് ഒരിക്കലും ഒരു കമ്പാരിസൺ ഒന്നും അല്ല, പക്ഷേ പലയിടത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനറിസംസ് ഒക്കെ കണ്ടപ്പോൾ അറിയാതെ എനിക്ക് ഓർമ്മ വന്നു. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി ഇപ്പം മത്സരിക്കുന്നത് അദ്ദേഹത്തോട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ബെഞ്ച് മാർക്ക് ഇങ്ങനെ ഓരോ സിനിമകൾ കഴിയുന്തോറും ഇങ്ങനെ കൂട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ളൊരു പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ഹൊറർ സിനിമകൾ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. ആ ഒരു ഹൊറർ മൂഡിലുള്ളൊരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത് അവസാനമായിട്ട് സക്സസ്ഫുൾ ആക്കിയത് എനിക്ക് തോന്നുന്നു ഭാർഗവി നിലയമാണെന്ന്. ഭാർഗവി നിലയം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് ഈ നിഴൽ വെച്ചിട്ടുള്ള കളികൾ, അല്ലെങ്കിൽ ചെറിയ മണ്ണെണ്ണ വിളക്കിൻ്റെ വെച്ചിട്ടുള്ള അങ്ങനെയുള്ള കാറ്റിൻ്റെ അതൊക്കെ വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഹൊറർ മൂഡ് സൃഷ്ടിച്ച് സക്സസ്ഫുൾ ആയൊരു സിനിമ ഭാർഗവി നിലയമാണ്. അത് ഇപ്പോഴത്തെ ഭാർഗവി നിലയമല്ല, പണ്ടത്തെ. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അത് എവിടേക്കോ നമുക്കിങ്ങനെ ഓർമ്മ വരും. അതും എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. അത് ഓർമ്മ വരാത്ത ആൾക്കാരുണ്ടാവും, കാരണം അത് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. എന്തുവാണെങ്കിലും ആ ഒരു ഇതൊരു പരീക്ഷണ ചിത്രമാണ്. എന്നിട്ട് പോലും ആൾക്കാർ അതിന് കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രാഫ്റ്റ് അത്രയും അടിപൊളി ആയതുകൊണ്ടാണ്. പിന്നെ ആൾക്കാരുടെ ശരീരഭാഷ അതെടുത്തു പറയേണ്ടതാണ്. അത് സിദ്ധാർത്ഥ് ഭരതൻ അതിൻ്റെ അകത്ത് ഒരു വീട്ടുജോലിക്കാരൻ്റെ റോളാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ പറയാനാണെങ്കിൽ എപ്പോഴും ദേഹം ഇങ്ങനെ വിയർത്തിട്ടിരിക്കും. ഫുൾ വിയർത്ത ഒരു ശരീരമാണ് അദ്ദേഹത്തിന് കാണിക്കുന്നത്. പിന്നെ ദേഹം മൊത്തവും ചെളിയൊക്കെ പുരണ്ടിട്ട്. പക്ഷെ അർജുൻ അശോകൻ അങ്ങനെയല്ല, അത്ര പണിയൊന്നും എടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അതിന് വഴങ്ങുന്നതാണ്. പിന്നെ ഈ പറയുന്ന പോലെ മമ്മൂട്ടിയുടെ ഒരു എന്താ പറയുക, സ്ക്രീൻ പ്രസൻസ് എന്ന് വെച്ചാൽ അതാണ് ആ സിനിമേനെ മൊത്തവും പിടിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെ അർജുൻ അശോകൻ പല രംഗങ്ങളിലും മമ്മൂട്ടിയും അർജുൻ അശോകനും മത്സരിച്ച് അഭിനയിക്കുകയാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. സിദ്ധാർത്ഥും അതെ, ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു റേഞ്ച് കുറച്ചും കൂടെ പരിഗണന കിട്ടേണ്ടതാണ് നമുക്ക് തോന്നിപ്പോൾ. അതായത് മുൻകാലങ്ങളിൽ അദ്ദേഹത്തിനെ കുറച്ചും കൂടെ പരിഗണിക്കേണ്ടതായിരുന്നു നമുക്ക് ആ ഒരു റേഞ്ച് കാണുമ്പോഴത്തേക്കും തോന്നിപ്പോകും. പിന്നെ മമ്മൂട്ടി ഈ പ്രായത്തിൽ എടുത്തിരിക്കുന്ന എഫേർട്ട്, അത് ഹാറ്റ്സ് ഓഫ്. വേറൊരു ആക്ടറും അങ്ങനെ എടുക്കുമെന്നൊന്നും തോന്നില്ല. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയാക്കി കളർഫുൾ ഇതിലാക്കി വിഷ്വൽ എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ അതിനൊന്നും പോകാതെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ളതിന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് ക്ലാപ്സ് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ സംവിധായകൻ്റെ മുൻ ചിത്രം ഭൂതകാലം കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം അത് എന്തുമാത്രം
നമ്മളെ ആ ഒരു മൂഡിലോട്ട് കൊണ്ടുപോകുന്നുള്ളത്. അതേ മൂഡ് തന്നെയാണ് ഇതിലോട്ട് വരുമ്പോഴും. ഇതിൽ ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ സിനിമ സ്ലോ ആണ്, പക്ഷേ ആ സിനിമയെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന ലാഗ് ഒരു അനിവാര്യതയാണ്. ഈ ലാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ആ ഒരു മൂഡ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ സിനിമയുടെ ലാഗ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ് ഭ്രമയുഗം എന്ന് പറയുന്നത്. അതൊരിക്കലും മിസ് ചെയ്യരുത്. സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭ്രമയുഗം പോയി കാണണം. ഞങ്ങൾ പോയ ഷോ 9:30 ആയിരുന്നു, എന്നിട്ട് പോലും ഹൗസ്ഫുള്ളായിരുന്നു. അപ്പം ഫാമിലി പ്രേക്ഷകരൊക്കെ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സിനിമ കാണണം. അപ്പം അടുത്ത റിവ്യൂ ആയിട്ടും അല്ലെങ്കിൽ അടുത്ത വ്ളോഗുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.